എവരിവൺ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് +2 സിലബസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലെ ഒരു ഷോർട്ട് കട്ട് ആണ്. നമുക്കറിയാം മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് എൻട്രൻസ് ഓറിയന്റഡ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുകളാണ്. നിങ്ങൾ ബോർഡ് എക്സാമിന് ഇത് 2 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒന്ന് മെട്രിസസും അതുപോലെ തന്നെ ഡിറ്റർമിനൻസും. പക്ഷേ എൻട്രൻസിന് ഇത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ചാപ്റ്റർ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത് ഫോർ JEE ആൻഡ് കീം എക്സാം. ഓക്കെ, റെഡി. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബോർഡ് എക്സാം ആയിക്കോട്ടെ എൻട്രൻസ് ആയിക്കോട്ടെ ഏതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്കോർ വാങ്ങിക്കാനായിട്ട് പറ്റും. റെഡി അല്ലേ? സോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തെ കോൺസെപ്റ്റുകളും അതേപോലെ ഷോർട്ട് കട്ടുകളും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ ഒരു ഷോർട്ട് കട്ട് ആണ്. അതായത് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിരവധി പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കാറുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം ആ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. നമുക്കറിയാം മെട്രിക്സ് നിങ്ങൾ പല ടൈപ്പ് ഓഫ് മെട്രിക്സുകൾ പഠിച്ചു. പക്ഷേ ഡിറ്റർമിനന്റ് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് മാത്രമേ പഠിക്കത്തുള്ളൂ, സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഡിറ്റർമിനന്റ് എടുക്കാറുള്ളൂ അല്ലേ. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ മെട്രിക്സിന്റെ ഒരു ഡിറ്റർമിനന്റ് നമുക്ക് എടുക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി അഡ്ജോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. സോ ഈ ഒരു സിലബസിൽ, അതായത് നമ്മുടെ +2 സിലബസിൽ അല്ലെങ്കിൽ എൻട്രൻസിന് നമുക്ക് 2x2 മെട്രിക്സ് അല്ലെങ്കിൽ 3x3 മെട്രിക്സുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. റെഡി അല്ലേ? സോ അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്, അഡ്ജോയിന്റ് ഓഫ് എ 2x2 മെട്രിക്സ്. എങ്ങനെയാണ് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് ആണ് നമ്മൾ നോക്കുന്നത്. ലെങ്തി മെത്തേഡിൽ എങ്ങനെയാണ് അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സിനെ എന്ത് ചെയ്യും, മൈനറും കോഫാക്ടറും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ കോഫാക്ടറുകളെല്ലാം കണ്ടുപിടിച്ചിട്ട് കോഫാക്ടറുകളെല്ലാം ഒരു മെട്രിക്സ് ആയിട്ട് എഴുതും. എന്നിട്ട് ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, അഡ്ജോയിന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് കിട്ടുന്നത്. പക്ഷേ അത്രയൊന്നും ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് പരീക്ഷയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പഠിച്ചു വെക്കുന്നു, ഷോർട്ട് കട്ട് പഠിച്ചു വെക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? റെഡി. അപ്പോൾ ഇവിടെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ തിയറി വൈസ് ഇവിടെ പറയുന്നുണ്ട്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ആ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് അത് വേണ്ട, നമ്മൾ ഷോർട്ട് കട്ടിലേക്കാണ് പോകുന്നത്. സോ അപ്പൊ എങ്ങനെയാണ് നമ്മൾ 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ ആണോ മക്കളെ? നമുക്കൊരു 2x2 മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 4 എലമെന്റ്സ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുന്നത്. ഇതൊരു 2x2 മെട്രിക്സ് ആണെങ്കിൽ ഇതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഫസ്റ്റ് ഡയഗണൽ ഈ കാണുന്ന ഡയഗണലിന്റെ എലമെന്റ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണം. അതായത് ഇവിടെ A11 എന്ന് പറഞ്ഞ എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് മാറ്റണം. ഇവിടെ കിടക്കുന്ന A22നെ നമ്മൾ എന്ത് ചെയ്യണം, A11ന്റെ പ്ലേസിലേക്ക് മാറ്റണം. നോക്ക്, ഇവിടെ A22 ആക്കി, ഇവിടെ A11 ആക്കി. അത് ഇന്റർചേഞ്ച് ചെയ്യണം. ഇനി നമ്മളുടെ ഈ ഡയഗണൽ കണ്ടോ, ഈ ഡയഗണലിലെ എലമെന്റ്സുകൾ ഇന്റർചേഞ്ച് ചെയ്യരുത്. പകരം അവിടെ എന്ത് ഇന്റർചേഞ്ച് ചെയ്യണം, അവിടെയുള്ള എലമെന്റിന്റെ സൈൻ നിങ്ങൾ ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പം ഇവിടെ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നെഗറ്റീവ് ആക്കണം. ദെൻ ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നെഗറ്റീവ് ആക്കണം. ഇത്രയും ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും, അഡ്ജോയിന്റ് ഓഫ് എ 2x2 മെട്രിക്സ് കിട്ടും. ക്ലിയർ ആണോ? റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോർമലി നമ്മൾ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ ഇതിന്റെ മൈനർ കണ്ടുപിടിക്കും, ദെൻ കോഫാക്ടർ കണ്ടുപിടിക്കും, ദെൻ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതും. ഇതൊക്കെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത് അല്ലെ. നോർമലി ഇതെങ്ങനെ ചെയ്യുന്നത് സാറൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കും. അപ്പൊ എന്ത് ചെയ്യും, M11 എങ്ങനെ കണ്ടുപിടിക്കും, ഫസ്റ്റ് എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞിട്ട് റിമൈനിങ് വരുന്ന എലമെന്റിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ നോക്കണം. ഇവിടെ റിമൈനിങ് വരുന്ന എലമെന്റ് ഏതാണ്, 4 ആണ്. സോ 4 തന്നെയായിരിക്കും മൈനർ ഓഫ് A11 എന്ന് പറഞ്ഞ എലമെന്റിന്റെ മൈനർ. ഇനി അടുത്ത് നമുക്ക് ഇതാ ഈ എലമെന്റ്, അതായത് M12 അല്ലെ, M12ന്റെ മൈനറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ, നമുക്ക് ഇതാ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞ് റിമൈനിങ് വരുന്ന എന്താണോ ആ വാല്യൂ ആയിരിക്കും നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇനി ഇതിന്റെ എങ്ങനെ കണ്ടുപിടിക്കും, M21 എങ്ങനെ കണ്ടുപിടിക്കും, ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞിട്ട് റിമൈനിങ് ഉള്ള എലമെന്റ് 3 വരും. റെഡി അല്ലേ? ദെൻ അടുത്തത് ഇതാണ് നമ്മൾ നോക്കുന്നത്, M22ന്റെ മൈനർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇത് നോക്കിക്കേ, ഇത് ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞിട്ട് റിമൈനിങ് ഉള്ള 2 നമ്മൾ ഇവിടെ എഴുതും. ഇതാണ് മൈനേഴ്സ്. ഇനി കോഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, A11, A12, A21, A22. കോഫാക്ടർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ C വെച്ചിട്ടോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം കോഫാക്ടറിന്റെ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെയാ, AIJ ഈക്വൽ ടു -1 ഹോൾ റൈസ് ടു I പ്ലസ് J ഇൻറ്റു MIJ. റെഡി? അപ്പം ഇതിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, -1 ഹോൾ റേസ് ടു ഇവിടുത്തെ IM J 1 ആണ്. സോ 1 + 1 ഇൻറ്റു ഇവിടെ കിട്ടിയ മൈനർ എത്രയാണ്, 4.
അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ 1 + 1 2 വന്നു കഴിഞ്ഞാൽ ഈ -1 ഹോൾ സ്ക്വയർ അതെപ്പോഴും 1 അല്ലേ വരുള്ളൂ, പ്ലസ് അല്ലേ ആകത്തുള്ളൂ. ഈവൻ പവർ വരുന്നെങ്കിൽ അതെന്താവും, പ്ലസ് വാല്യൂ വരും. ഓഡ് പവർ ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരും. അപ്പൊ ഇവിടെ 1 + 2 കൂട്ടും, ഐയും ജെയും കൂടെ ആടുമ്പോൾ 3 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന മൈനറിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. റെഡി? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നോക്കിക്കേ, 1 + 1 2 ആയതുകൊണ്ട് ഇവിടെ കിട്ടിയ മൈനർ എന്താണോ അത് തന്നെ കൊടുക്കുക. ദെൻ ഇവിടെ 1 + 2 നോക്കുമ്പോൾ ഓഡ് പവർ വരുന്നത്, സോ അങ്ങനെ ആകുമ്പോൾ -1 കൊടുക്കുന്നു. ഇവിടെ 2 + 1 അഗെയിൻ ഓഡ് പവർ വരുന്നത്, സോ ഇവിടെ -3 കൊടുക്കുന്നു. ദെൻ 2 + 2 4 ആയതുകൊണ്ട് 2 തന്നെ നമുക്ക് വരും. ഇതാണ് കോഫാക്ടർ. ഇനി നമ്മൾ കോഫാക്ടർ മെട്രിക്സുകൾ എഴുതണം. കോഫാക്ടർ മെട്രിക്സ് നമ്മൾ എഴുതാൻ പോവാണ്. ഓക്കെ, കോഫാക്ടർ മെട്രിക്സ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? A11 A12 A21 A22 ഇതെങ്ങനെയും ഇതുപോലെ തന്നെ എഴുതും. 4 -1 -3 2. ഇനി അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമ്മൾ എടുക്കണം. അതായത് ഇപ്പൊ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കണം. ട്രാൻസ്പോസ് പറഞ്ഞാൽ റോസ് എല്ലാം കോളമായിട്ട്, കോളം എല്ലാം റോസ് ആയിട്ട് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം അല്ലെ. അപ്പൊ 4 -1 വരും, -3 2 വരും. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇത്രയൊന്നും നമ്മൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി ഞാനിത് മുഴുവൻ മായ്ക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എത്ര നേരം എടുക്കും നമ്മൾ ചെയ്യണമെങ്കിൽ? സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് അഡ്ജോയിന്റ് എഴുതാം. എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ എഴുതാം. എങ്ങനെ? ഈ രണ്ട് എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഇന്റർചേഞ്ച് ചെയ്യും. ഫസ്റ്റ് ഡയഗണൽ 4 2. ദെൻ ഈ ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യും. -3 -1 കഴിഞ്ഞു. അഡ്ജോയിന്റ് എഴുതി കഴിഞ്ഞു. വളരെ സിമ്പിൾ അല്ലേ മക്കളെ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഈസി അല്ലേ? ഈസി ആയിട്ട് നമുക്കിത് എഴുതിയെടുക്കാനായിട്ട് പറ്റും. അഡ്ജോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേണ്ട. മൈനറും വേണ്ട, കോഫാക്ടറും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യം കൂടി ചെയ്യാം. ഫൈൻഡ് ദ അഡ്ജോയിന്റ് ഓഫ് എ. എങ്ങനെ അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കും? അഡ്ജോയിന്റ് ഓഫ് എ ഈക്വൽ ടു എങ്ങനെ എഴുതും? 5ഉം 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. ഇത് 3 5 ആകും. ദെൻ 2ന്റെയും 7ന്റെയും എന്ത് ചെയ്യുക? സൈൻ ഇന്റർചേഞ്ച് ചെയ്യുക. -2 -7. അഡ്ജോയിന്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. റെഡി അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? 3/3 2/2 മെട്രിക്സിന്റെ വളരെ സിമ്പിൾ ആണ്. 3/3 മെട്രിക്സിന്റെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ? ഷോർട്ട് കട്ട് നമുക്ക് വേണം അല്ലെ? നമ്മൾ ലോങ് മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെയധികം ലെങ്തി ആകും. കാരണം ഓരോ എലിമെന്റ്സിന്റെയും മൈനർ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഓരോ എലിമെന്റ്സിന്റെയും കോഫാക്ടർ നമ്മൾ എഴുതണം. എന്നിട്ട് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എഴുതിയിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴേ നമുക്ക് അഡ്ജോയിന്റ് കിട്ടുള്ളൂ. പക്ഷെ അത്ര എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മിനിമം ഒരു 15 മിനിറ്റ് നഷ്ടപ്പെടും. അപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഇല്ല. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊരു ഷോർട്ട് കട്ട് നമുക്ക് വേണം. എങ്ങനെ നമ്മൾ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാം? മക്കളെ, ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അതായത് നമുക്ക് തന്നിരിക്കുന്ന 3/3 മെട്രിക്സ് ആണെങ്കിൽ ഇത് only for 3/3 മെട്രിക്സ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഞാൻ അതുപോലെ എഴുതുന്നു. 1 -1 1 2 2 -3 1 1 1. ഇപ്പൊ എന്ത് ചെയ്തു? നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിലെ എല്ലാ എലിമെന്റ്സിനും ഞാൻ എന്ത് ചെയ്തു? അതേപോലെ തന്നെ എഴുതി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ എഴുതിയിരിക്കുന്ന എലിമെന്റ്സിനകത്തെ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്ത് എഴുതുന്നു. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, 1 2 1 ഫസ്റ്റ് കോളത്തിനെ റിപ്പീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് കോളം -1 2 1 സെക്കൻഡ് കോളത്തിന് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഇനി ഇപ്പൊ ഇത് എഴുതി കിട്ടിയല്ലോ. ഇത് എഴുതി കിട്ടിയപ്പോ കിട്ടിയ ഈ ഫസ്റ്റ് റോയും ഈ സെക്കൻഡ് റോയും നമ്മൾ എന്ത് ചെയ്യും? താഴോട്ട് അതേപോലെ റിപ്പീറ്റ് ചെയ്ത് എഴുതണം. സോ ഫസ്റ്റ് റോയിനെ റിപ്പീറ്റ് ചെയ്യാം. 1 -1 1 1 -1. താഴത്തെ റോയിനെ 2 2 -3 2 2. ഇത്രയും നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞപ്പോ കിട്ടിയ അതിൽ നിന്ന് ഈ ഫസ്റ്റ് റോയും ഈ ഫസ്റ്റ് കോളവും കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പറയുന്ന മനസ്സിലായി? നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് അഡ്ജോയിന്റ് എഴുതാൻ പോവാണ്. ഷോർട്ട് കട്ട് ആണേ. ഓക്കെ, ഡയറക്റ്റ് അഡ്ജോയിന്റ് എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോണം എങ്ങനെയാ ചെയ്യുന്നത്. ഫസ്റ്റ് ഈ 2ഉം ഈ 1ഉം ഈ 1ഉം ഈ 3ഉം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. അത് ഡിറ്റർമിനന്റ് ഓഫ് എ 2/2 മെട്രിക്സ് എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കണം. 1 × 2 -1 × -3 വരും. അപ്പൊ 1 × 2 -1 × -3 വരുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 2 + 3 5 കിട്ടും. റെഡി അല്ലേ? ക്ലിയർ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല ചെയ്യേണ്ടത്, താഴോട്ട് തന്നെ ചെയ്യണം. ഓക്കെ, താഴോട്ട് നമ്മൾ വീണ്ടും ചെയ്യാം. 1 × 1 -1 × 1. അത് നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. റെഡി അല്ലേ മക്കളെ? നെക്സ്റ്റ്
-1 ഇൻറ്റു -3 -2 ഇൻറ്റു 1. അപ്പൊ നമുക്ക് എത്ര കിട്ടും? അത് അത് 3 - 2 വരും. അപ്പൊ എത്ര കിട്ടും? 1 കിട്ടും നമുക്ക്. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് ഇത് ക്രോസ് ചെയ്യണം. ഏത്? ഇത് രണ്ടുകൂടെ ക്രോസ് ചെയ്യണം. -3 ഇൻറ്റു 1 -1 ഇൻറ്റു 2. അപ്പൊ നമുക്ക് എത്ര കിട്ടും? -5 കിട്ടും. ക്ലിയർലി? -5 കിട്ടി. ഇനി നമുക്ക് ഇത് 1 ഇൻറ്റു 1 -1 ഇൻറ്റു 1 എത്ര കിട്ടും? 0. 1 ഇൻറ്റു 2 -1 ഇൻറ്റു -3 എത്ര കിട്ടും? 5 കിട്ടും. റെഡി? അപ്പൊ അതും കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇനി എന്ത് ക്രോസ് ചെയ്യണം? ഇത് 1 ഇൻറ്റു 2 -1 ഇൻറ്റു 2 0. നെക്സ്റ്റ് -1 -1 -2. ദെൻ 2 -2 വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 4 കിട്ടും. നോക്കിക്കേ, അഡ്ജോയിന്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എൻട്രൻസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാവുള്ളൂ? ഇങ്ങനെ ചെയ്യാവുള്ളൂ. ചോദിക്കും, കീം എക്സാമിന് ഡയറക്റ്റ് ചോദിക്കും. അതുപോലെ നമ്മുടെ JEE ലെവലിലുള്ള ചോദ്യങ്ങളാക്കും ചിലപ്പോൾ A ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട കേസ് വരും. അപ്പോൾ A ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം അഡ്ജോയിന്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ അഡ്ജോയിന്റ് കണ്ടുപിടിച്ചേ മതിയാകുള്ളൂ. സോ അപ്പോൾ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഈ മെത്തേഡിൽ കൂടിയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോടാ? റെഡി അല്ലേ? സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഇതേ ചോദ്യം തന്നെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്? നമ്മൾ ചെയ്ത് കാണിച്ചത് കേട്ടോ. ഇതേ ചോദ്യം തന്നെ നമ്മൾ ചെയ്ത് കാണിച്ചു. ഇനി എന്താ ഇവിടുന്ന് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? A ഇൻറ്റു അഡ്ജോയിന്റെയും അഡ്ജോയിന്റ് ഇൻറ്റു എയും കൂടെ ചെയ്താൽ ഡിറ്റർമിനന്റ് A ഇൻറ്റു ഐനോട് ഈക്വൽ ആയിരിക്കും. അതായത് A എന്ന് പറയുന്ന മെട്രിക്സും അതിന്റെ അഡ്ജോയിന്റെ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും അതിന്റെ അഡ്ജോയിന്റെയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനോട് ഈക്വലാ? ആ A എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഐഡന്റിറ്റി മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, റെഡി? നെക്സ്റ്റ് അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് നോക്കിക്കുക മക്കളെ, ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. അഡ്ജോയിന്റെ കണ്ടുപിടിക്കാൻ നമ്മൾ ഇനിയും പഠിച്ചു അല്ലെ? അഡ്ജോയിന്റെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ അഡ്ജോയിന്റെയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും എന്നാ പഠിക്കുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അഡ്ജോയിന്റെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അഡ്ജോയിന്റെ ഒരു മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോവാ. എങ്ങനെയാണ് ആ പ്രോപ്പർട്ടി? ഇതാണ് ആ പ്രോപ്പർട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു n-1 ഈക്വൽ ആണ്. ഇവിടെ ആ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണോ അതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A എന്ന് പറഞ്ഞൊരു 3/3 മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് നമുക്ക് എങ്ങനെ കിട്ടും? നമുക്കറിയാം ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു n-1. n 3 ആണ്. സോ 3 - 1 എന്ന് പറയുമ്പോൾ 2 വരും. സോ ഡിറ്റർമിനന്റ് ഹോൾ സ്ക്വയറിനോട് ഈക്വൽ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കിയാലോ. ചോദ്യം നോക്കിയാൽ മക്കളെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് A ഈസ് എ മെട്രിക്സ് ഓഫ് 3/3 അല്ലെ? ഓർഡർ 3/3 ഉള്ള ഒരു മെട്രിക്സ് ആണ്. അപ്പൊ n എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ത് കിട്ടും? നമ്മൾ പഠിച്ചു. ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു n-1 ഈക്വൽ ആണ്. ഇവിടെ n 3 ആയതുകൊണ്ട് 3 - 1 വരും. സോ ഡിറ്റർമിനന്റ് ഓഫ് A സ്ക്വയറിനോട് ഈക്വൽ ആണ്. റെഡി അല്ലേ? ക്ലിയർ? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാം. മക്കളെ നോക്കിടാ, ഇതാണ് അടുത്ത ചോദ്യം. ഇഫ് A ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3, ഇവിടെ ഓർഡർ എത്രയാണ്? ആ മെട്രിക്സിന്റെ 3 ആണ്. ദെൻ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഈക്വൽ ടു 64 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സോ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഈക്വൽ ടു 64 ആണെങ്കിൽ നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എങ്ങനെ എഴുതുന്ന പഠിച്ചിരിക്കുന്നത്? ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു n-1. ഇവിടെ n എത്രയാ? 3 ആയതുകൊണ്ട് 3 - 1 എടുക്കുമ്പോൾ 2 വരും. സോ 64 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ നോക്കിക്കേ, ബേസ് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്തുകൊണ്ട്? പവേഴ്സ് ഇവിടെ ഈക്വൽ ആണ് അല്ലെ? സോ ഡിറ്റർമിനന്റ് ഈക്വൽ ടു നമുക്ക് 8 എന്ന് എഴുതാം. റെഡി? 8 കിട്ടി നമുക്ക് വാല്യൂ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നോക്കിയാൽ മക്കളെ, ഇഫ് A ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 വിത്ത് ഡിറ്റർമിനന്റ് 9 തന്നിട്ടുണ്ട്, then write the value of 2 into അഡ്ജോയിന്റയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനാണ് മക്കളെ. അപ്പൊ നമ്മൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് K ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഡിറ്റർമിനന്റിനകത്ത് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു മെട്രിക്സ് എന്നാ പറഞ്ഞിരിക്കുന്നെങ്കിൽ ആ കോൺസ്റ്റന്റിനെ നമ്മൾ ഡിറ്റർമിനന്റ് വെളിയിലെടുക്കണം. സോ ഇവിടെ K കോൺസ്റ്റന്റ് ആണ്. സോ Kനെ പുറത്തെടുക്കുമ്പോൾ K റൈസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് എന്ന് എഴുതണം. n എന്തുവാ? ഓർഡർ ഓഫ് ദി മെട്രിക്സ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി
ഡിറ്റർമിനന്റ് ഓഫ് 2 ഇൻറ്റു അഡ്ജോയിന്റ് എന്നാണ്. അപ്പൊ 2 ഇൻറ്റു അഡ്ജോയിന്റ് ഒരു മെട്രിക്സ് ആണല്ലോ. അപ്പൊ ആ 2വിനെ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. അപ്പൊ 2വിനെ പുറത്തെടുക്കുമ്പോൾ 2 റൈസ് ടു n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദി മെട്രിക്സ്. ഇവിടെ ഓർഡർ എത്രയാ, 3 ആണ്. സോ 2 ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് മക്കളെ 2 ക്യൂബ് 8 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് നമ്മൾ എങ്ങനെ എഴുതും, ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു n-1. ഇവിടെ n 3 ആയതുകൊണ്ട് 3 - 1 2. ഓക്കെ, 2. ദെൻ മക്കളെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. ഇവിടെ എന്താ വരുന്നത്, ഇവിടെ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ ക്വസ്റ്റനിൽ 9 തന്നിട്ടുണ്ട്. സോ 8 ഇൻറ്റു 9 സ്ക്വയർ എന്ന് കിട്ടും. സോ 8 ഇൻറ്റു 81 കിട്ടും നമുക്ക് 648 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോടാ? റെഡി? സോ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വളരെ മേജർ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അത് നമ്മൾ ഇനി വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് കാണാം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. സോ നല്ല എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ വാങ്ങിക്കാൻ പറ്റും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇനി അടുത്ത പ്രോപ്പർട്ടീസും അടുത്ത ഷോർട്ട് കട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.